നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ വരില്ല. അതായത് നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ചില ആളുകൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മൾട്ടിപ്പിൾ അക്കൗണ്ടുള്ള ആൾക്കാരാണ്. എന്നാൽ പല ആളുകളും പറയുന്നത് ഇൻസ്റ്റാഗ്രാമിന് നോട്ടിഫിക്കേഷൻ കാരണം ഇടയ്ക്കിടയ്ക്ക് രാത്രി ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ വരുന്നു, അങ്ങനെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത്. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ അതിനെ തടയാൻ സാധിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ തന്നെയുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമേ നിങ്ങൾ ഉറങ്ങുന്ന സമയം അതിന് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾ എണീക്കുന്ന സമയം അതിന് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ശരിയായിട്ട് ഈ ഓപ്ഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരെയില്ല. അപ്പോൾ അത് ഏതാണ് ആ ഓപ്ഷൻ, എവിടെയാണ് കിടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലേക്കണം അവിടെ കാണാൻ സാധിക്കും. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഏത് അക്കൗണ്ടിലേക്കാണോ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ചെയ്യേണ്ടത് ആ അക്കൗണ്ടാണ് തിരഞ്ഞെടുക്കേണ്ടത്. അത് തിരഞ്ഞെടുക്കുക. ശേഷം അതിൻ്റെ പ്രൊഫൈലേക്ക് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ലൈൻസ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഓപ്പണായി വരും. ഇവിടെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മുടെ യൂട്യൂബിലൊക്കെ ഉള്ള ഓപ്ഷൻ തന്നെയാണ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താലേ ഞാൻ പറഞ്ഞ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ 2 ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ഡെയിലി ലിമിറ്റ്, സ്ലീപ്പ് മോഡ്. ഇവിടെ നമുക്ക് ഉറങ്ങുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരേണ്ട, അത് ശല്യമാണെങ്കിൽ നമുക്ക് സ്ലീപ്പ് മോഡ് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സ്ലീപ്പ് മോഡ്. ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ വരുന്നതല്ല, അയക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ ഉറക്കത്തിലാണെന്ന് അവർക്ക് നോട്ടിഫിക്കേഷൻ പോവുകയും ചെയ്യും. ഈ ഓപ്ഷൻ ഞാനൊന്ന് ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസുകൾ ഓപ്പണായി വന്നതായിട്ട് കാണാം. ഇവിടെ സ്റ്റാർട്ട് ടൈം, എനി ടൈം, അതായത് സ്റ്റാർട്ട് ടൈമിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ഓപ്ഷൻ വർക്ക് ചെയ്യേണ്ടത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ ഒരു സമയത്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോൾ ഈ ഓപ്ഷൻ തനിയെ തന്നെ ഓൺ ആവും. ആ സമയത്ത് പിന്നെ നിങ്ങൾക്ക് ആര് മെസ്സേജ് അയച്ചാലും വരികയില്ല. ഇനി അതെപ്പോഴാണ് അവസാനിക്കേണ്ടത്, അതായത് നോട്ടിഫിക്കേഷനൊക്കെ വരണം. നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ ശല്യമാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം ആ ഓപ്ഷൻ എപ്പോൾ തൊട്ടാണ് ഓട്ടോമാറ്റിക്കലി അനേബിൾ ആവേണ്ടത് അത് ഇവിടെ സ്റ്റാർട്ട് ടൈമിൽ കൊടുക്കുക. അതായത് എപ്പം മുതലാണോ നമ്മൾ ഈ സ്ലീപ്പ് മോഡ് ഓപ്ഷൻ തനിയെ ഓൺ ചെയ്യാതെ ഓൺ ആവേണ്ടത് ആ സമയമാണ് ഇവിടെ സ്റ്റാർട്ട് ടൈമിൽ കൊടുക്കേണ്ടത്. അവിടെ സ്റ്റാർട്ട് ടൈമിൽ ആ സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഈ ഓപ്ഷൻ വന്നിട്ട് ഓൺ ചെയ്യേണ്ട, അല്ലാതെ തന്നെ തനിയെ ആ ഓപ്ഷൻ അനേബിൾ ആകും. പിന്നെ എപ്പോഴാണ് അത് ഓഫ് ആകേണ്ടത്, അതായത് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞു അതൊന്ന് ഓഫായാൽ മതി, നോട്ടിഫിക്കേഷനൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ്. ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോക്കൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. യൂട്യൂബിനെയൊക്കെ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 6:51 ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ടൈം 6:51 കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ ദിവസവും തനിയെ 6:51 ആകുമ്പോൾ ഈ ഓപ്ഷൻ ഓൺ ആകും. ഇതിങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഇനി എൻ്റെ ടൈം എപ്പോഴാണ് ഇത് അവസാനിക്കേണ്ടത്, ഞാൻ ഇപ്പോൾ 6:52 എന്ന് കൊടുക്കുകയാണ്. ഇവിടെ 6:52 ഞാൻ ആദ്യം ഇവിടെ ജസ്റ്റ് കൊടുക്കുകയാണ്. 52 ആവുമെന്നറിയില്ല, എന്നാലും ഞാൻ കൊടുക്കുകയാണ് ജസ്റ്റ്. 18 ഓക്കെ 52 ആയി. അതുകൊണ്ട് 53 എന്ന് കൊടുക്കുന്നു. ഇവിടെ ഞാൻ കറക്റ്റ്
6:52 ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ടൈമിങ്ങിനാണ് ഈ ഫോണിൽ ടൈം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം നോക്കിയത്. ഇപ്പോൾ 52 ആയിട്ടുണ്ട്. എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത സ്റ്റാർട്ട് ടൈം എൻ്റെ ടൈമും ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും. അതായത് ഇനി നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഏത് സമയം തൊട്ട് ഏത് സമയം വരെയാണോ കൊടുത്തത് അതുവരെ നോട്ടിഫിക്കേഷൻ വരുന്നതല്ല. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ഇപ്പോൾ അത് ഓണായി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതെനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഓപ്ഷൻ ഒന്ന് ഡിസേബിൾ ചെയ്തിട്ട് കൊടുത്താൽ മതി. ആവശ്യമുള്ള സമയത്ത് മാത്രം നിങ്ങളൊന്ന് അനേബിൾ ചെയ്തിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അനേബിൾ ചെയ്തതിന് ശേഷം അത് എങ്ങനെയാണോ കിടന്നത് അങ്ങനെ തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ചില ഫോണിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ചില ഫോണിൽ ഇതുപോലെ ഇൻ്റർനാഷണൽ ടൈം ആയിരിക്കും. അതായത് ട്രെയിൻ ടിക്കറ്റിൻ്റെ ടൈം ആയിരിക്കും ചില ഫോണുകളിൽ. അങ്ങനത്തെ ഫോണാണെങ്കിൽ നിങ്ങളിവിടെ ഫോണിൽ ഏത് ടൈം കാണിക്കുന്നു, അതായത് എനിക്കിപ്പോൾ 6:54 അത് ഇൻ്റർനാഷണൽ ടൈമിലാണ് കാണിക്കുന്നത്. ഇൻ്റർനാഷണൽ ടൈമിലാണ് കാണിക്കുന്നതെങ്കിൽ ഫോണിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ 18:54 കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ടൈം ഏതുവരെയാണോ ഫോണിൽ, അതായത് ലാസ്റ്റ് ടൈം നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യുക, ഫോണിൽ കാണിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. 18:54 ആണെങ്കിൽ 6:54 അങ്ങനെ സെറ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ സെറ്റ് ചെയ്യാതിരിക്കുക. ഫോണിൽ സമയം കാണിക്കും പോലെ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് നോട്ടിഫിക്കേഷൻ വരണ്ട എന്ന് വെച്ചത് ആ സമയം വരെ നോട്ടിഫിക്കേഷൻ വരുന്നതല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ഇൻസ്റ്റാഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ലാസ്റ്റ്, അതായത് സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം എപ്പോഴാണ് തുടങ്ങേണ്ടതെന്ന് ആദ്യ കോളത്തിൽ സെറ്റ് ചെയ്യുക, എപ്പോഴാണ് അവസാനിക്കേണ്ടതെന്ന് രണ്ടാമത്തെ കോളത്തിൽ സെറ്റ് ചെയ്യുക. ഇതുകൊണ്ടുള്ള പ്രയോജനം വളരെ 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 വലുതാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ജോലി തിരക്കിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്നും നമുക്ക് ഇതുപോലെ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റിയെന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് തനിയെ തന്നെ അനേബിൾ ആവുന്ന ഒരു ഓപ്ഷനാണ്. അത് ഇനി തനിയെ അനേബിൾ ആവണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും കിടന്ന സമയത്ത്, അതായത് ഞാനിപ്പോൾ 6:53 ഞാനിപ്പോൾ കൊടുത്തോണ്ട് അങ്ങനെ കിടപ്പുണ്ട്. ഇനി അത് തനിയെ ഇതാവാതെ തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മതി. 0:50 അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് അത് സേവ് കൊടുക്കാൻ മറക്കരുത്. സേവ് കൊടുക്കാൻ ഞാൻ നേരത്തെ മറന്നതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് വന്നത്. ഒരു കാരണവശാലും സേവ് കൊടുക്കാതെ ഇതുപോലെ സമയം മാറ്റരുത്. സേവ് കൊടുക്കാതെ സമയം മാറ്റിക്കഴിഞ്ഞാൽ അത് ഇവിടെ സെറ്റ് ആവാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തനിയെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ, അതായത് തനിയെ തന്നെ ഈ ബട്ടൺ ഓൺ ആവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആവുന്നതാണ്. അതുകൊണ്ട് ഏത് സമയത്താണോ, അതായത് ലാസ്റ്റ് ടൈം ആണെങ്കിൽ ലാസ്റ്റ് ടൈം, സ്റ്റാർട്ട് ടൈം ആണെങ്കിൽ സ്റ്റാർട്ട് ടൈം, അത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഇതിൽ വെച്ചിട്ട് സേവ് ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ മാറ്റങ്ങൾ സേവ് ആവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും ലഭിക്കുക. MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ ഓപ്ഷൻ അറിയാമെന്നുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അറിഞ്ഞൂടാത്ത സുഹൃത്തുക്കൾക്ക് മാത്രം ചെയ്ത ഒരു ഓപ്ഷനാണ്. അറിയാമെന്നുള്ള അവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും അറിഞ്ഞൂടാത്തവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്തെത്തിക്കുക. അവർക്കും കൂടെ ഉപകാരമായി മാറും. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടോപ്പ് ടിപ്സ് വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.